ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SSLC ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ഗ്രാമർ വിഭാഗത്തിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സെൻറ്റൻസസ് ആൻഡ് ഫ്രേസസ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും, സാധാരണഗതിയിൽ അവസാന ഭാഗത്ത് ചോദിക്കുന്ന ഒരു ഗ്രാമർ ചോദ്യമാണ് ഫ്രേസസ്. ഫ്രേസുകൾ കണ്ടുപിടിക്കുക. ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ടാവും, അതിലെ നൗൺ ഫ്രേസ് കണ്ടുപിടിക്കുക, വേർബ് ഫ്രേസ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത്തരം ചോദ്യങ്ങൾ, ചെറിയ രീതിയിലുള്ള ബേസിക് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കിട്ടും അല്ലേ? പക്ഷേ കുറച്ച് നല്ല ലെവലിൽ, ഹയർ ലെവലിൽ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരം ഫ്രേസുകൾ ഉണ്ട് എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. എന്നിട്ട് ഒരു സെൻറ്റൻസ് കണ്ടാൽ ഇതിൽ നൗൺ ഫ്രേസ് ഏതാണ്, വേർബ് ഫ്രേസ് ഏതാണ്, അതുപോലെ മറ്റ് ഫ്രേസുകളുണ്ട്, അവ ഏതൊക്കെയാണ് എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും, അതെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് റെഡിയാക്കിയിരിക്കുന്നത്. സോ ഗ്രാമർ ഒരു ടെൻഷനുള്ള ഭാഗമാണോ? തീർച്ചയായിട്ടും ചാപ്റ്ററുകളെല്ലാം പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറായി നിൽക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗ്രാമർ, അതിലെ 20 ചോദ്യം നിങ്ങളെ A+നെ തടസ്സം സൃഷ്ടിക്കുന്ന ഒന്നാണ് അല്ലേ? അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് അവിടെ 20ൽ 20 വാങ്ങണം. അതുപോലെ ഫ്രേസസ് എന്ന ഭാഗത്ത് ഒരു തവണ 4 മാർക്കിന് ചോദിച്ചു, ഒരു തവണ 3 മാർക്കിന്. സ്വാഭാവികമായിട്ട് 3ഓ 4ഓ മാർക്കിന് നമുക്ക് ഫ്രേസസ് എന്ന് പറയുന്ന ചോദ്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഈ ചോദ്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഡീൽ ചെയ്യാം? വരൂ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഫ്രേസുകൾ ഉണ്ട് എന്ന് ആദ്യം പഠിക്കണം, എന്നിട്ടല്ലേ ഇത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്നത് അല്ലേ? ശരി, അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ഫ്രേസസ്. ഫസ്റ്റ് വൺ, നൗൺ ഫ്രേസ്. ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് നൗൺ ഫ്രേസ് ആണ്. NP എന്ന് ഷോർട്ടായിട്ട് പറയും. രണ്ടാമത്തേത് വേർബ് ഫ്രേസ്. 3 പ്രിപ്പോസിഷണൽ ഫ്രേസ്. 4 റിലേറ്റീവ് ക്ലോസ് അഥവാ റിലേറ്റീവ് ഫ്രേസ്. നമുക്ക് ഓരോരുത്തരെ കുറിച്ചും കൃത്യമായിട്ടൊന്ന് നോക്കാം. നിങ്ങൾ സാധാരണയായി എല്ലാം ഒന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഇതിനു മുമ്പ് ചോദ്യങ്ങൾ ചെയ്തു നോക്കിയവർക്ക് അറിയാം, കൂടുതലായും നിങ്ങൾ കാണുന്നത് നൗൺ ഫ്രേസ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ അല്ലേ? എന്നാൽ കഴിഞ്ഞ തവണ ഒരു പരീക്ഷയ്ക്ക് എന്ത് ചെയ്തു? വേർബ് ഫ്രേസും ചോദിച്ചു. പ്രിപ്പോസിഷണൽ ഫ്രേസോ റിലേറ്റീവ് ക്ലോസോ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒന്നല്ല, പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഗ്രാമർ ഭാഗത്ത് അതും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചോദ്യപേപ്പർ എങ്ങാനും ടഫാക്കിയാൽ നമ്മുടെ A+ നമുക്ക് മിസ്സാക്കാൻ പാടില്ല അല്ലേ? അതുകൊണ്ട് നമ്മൾ അതും കൂടെ പഠിച്ചിട്ട് വേണം പോകാൻ. അതും പഠിച്ചു കഴിഞ്ഞാലുള്ള എളുപ്പം എന്താണെന്ന് വെച്ചാൽ ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ 4 മാർക്ക് നമുക്ക് ഉറപ്പിച്ച് വെക്കാം, ഇനി തെറ്റരുത്. സോ നമുക്ക് ഓരോരുത്തരെ നോക്കാം. ഫസ്റ്റ് വൺ, നൗൺ ഫ്രേസ്. നൗൺ ഫ്രേസ് എന്താണ്? നൗൺ ഓർ പ്രോനൗൺ ദാറ്റ് ഫങ്ഷൻസ് ആസ് ദ സബ്ജക്റ്റ് ഓർ ദ ഒബ്ജക്റ്റ് ഇൻ എ സെൻറ്റൻസ്. എന്താണ് നൗൺ ഫ്രേസ്? ആദ്യം ഫ്രേസുകൾ എന്താണ്? ഫ്രേസുകൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് അല്ലേ? വാക്കുകളുടെ ഒരു കൂട്ടത്തിനാണ് ഫ്രേസ് എന്ന് പറയുക. സാധാരണ നമ്മൾ ഒരു നൗൺ ആയിട്ടോ, അതായത് ഒരു വേർഡിൻ്റെ നാമം അല്ലേ, അതിൽ പേരുകൾ ഉപയോഗിക്കുന്നതാണ് നമ്മൾ നൗൺ എന്ന് കേട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ നൗണിന് പകരമായി ഉപയോഗിക്കുന്ന പ്രോനൗണോ? എന്താ പ്രോനൗണ്? അതെ, പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നാമത്തിന് പകരം ഉപയോഗിക്കുന്ന ആളുകൾ. അയ്യോ, ദേവി, ഹി, ഷീ, ഇറ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ഇത്തരത്തിൽ നൗണോ പ്രോനൗണോ അത് ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഉണ്ടാകുമ്പോൾ ദാറ്റ് ഫങ്ഷൻ ആസ് ദ സബ്ജക്റ്റ്, അത് ചിലപ്പോൾ സെൻറ്റൻസിൻ്റെ എന്തായി മാറാം? സബ്ജക്റ്റ് ആയിരിക്കാം. ഓർ ദ ഒബ്ജക്റ്റ്, സബ്ജക്റ്റ് മാത്രമാണോ? അല്ല, ചിലപ്പോൾ ഒബ്ജക്റ്റുമായിരിക്കാം ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റോ ഒബ്ജക്റ്റോ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നൗണ് അല്ലെങ്കിൽ പ്രോനൗണ്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? നൗൺ ഫ്രേസ് എന്ന് വിളിക്കുന്നത്. പക്ഷെ ഫ്രേസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അതായത് ഫ്രേസ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, വാക്കുകളുടെ കൂട്ടമാണ്. അതായത് ഒരു വാക്കായിരിക്കില്ല, എന്നാൽ ചിലപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വാക്ക് മാത്രവും ഇത്തരത്തിൽ ഫ്രേസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നോ ചിലപ്പോൾ ഒന്നായിരിക്കാം, അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള വാക്കുകളെ ഉപയോഗിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? നമ്മൾ ഫ്രേസ് എന്ന് വിളിക്കുന്നത് അല്ലേ? ശരി, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. നൗൺ ഫ്രേസിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത് ആദ്യം. അലി വാക്സ് ടു സ്കൂൾ ഡെയിലി. ഇവിടെ നിങ്ങൾ സെൻറ്റൻസ് കണ്ടല്ലോ, അലി വാക്സ് ടു സ്കൂൾ ഡെയിലി. ഈ സെൻറ്റൻസിനകത്ത് നൗണ് ആരാണ്? അത്
സബ്ജക്റ്റ് പൊസിഷനിൽ കൃത്യമായി നമുക്ക് കാണാം അലിയാണ് അല്ലേ. അലി എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് സബ്ജക്റ്റ്. അതുകൊണ്ട് ഇവിടുത്തെ സബ്ജക്റ്റ് പൊസിഷനിലുള്ള നൗൺ ഫ്രേസ് ആണ് അലി. അതെങ്ങനെ മനസ്സിലായി? കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നത് മൂന്ന് കാര്യങ്ങളാണ്. അതിൽ ഒന്ന് ഓക്സിലറി വെർബ് ഉണ്ടോ എന്നുള്ളതാണ്. ഓക്സിലറി വെർബുകൾ നമുക്ക് ആരൊക്കെയാണെന്നുള്ളത് പല ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ആം, ഈസ്, ആറ്, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. അതുപോലെ നീഡ്, ഓട്ട്, ഡയർ, യൂസ്ഡ് ടു ഈ ആളുകളുണ്ട്. പക്ഷെ പ്രധാനമായും വരുന്നവരാണ് നമ്മൾ ആദ്യം പറഞ്ഞവ. അതിൽ ആരെങ്കിലും ഓക്സിലറി വെർബ് വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നിർത്താം. ഓക്സിലറി വെർബിന് മുൻപുള്ള ഭാഗമായിരിക്കും എന്ത് നൗൺ ഫ്രേസ്. ഇനി രണ്ടാമതായിട്ട് പഠിക്കാനുള്ളത് വേർബാണ്. അതായത് ഓക്സിലറി വെർബ് നമ്മൾ കണ്ടില്ല, ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ നമ്മൾ എന്ത് നോക്കിയാൽ മതി, വേർബ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. തീർച്ചയായിട്ടും വെർബ് ഉണ്ടാവും. സോ വെർബിന് മുൻപേ ഉള്ള ഭാഗമായിരിക്കും എന്ത് നൗൺ ഫ്രേസ് കേട്ടോ. ബാക്കി നമുക്ക് പഠിക്കാം. സോ നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ നോക്കാം. ഇവിടെ അലി വാക്സ് ടു സ്കൂൾ ഡെയിലി എന്നല്ലേ പറഞ്ഞ്. ഇവിടെ വാക്സ് നടക്കുക എന്ന് പറയുന്നത് ഒരു വെർബ് അല്ലേ അല്ലേ. അപ്പോൾ വെർബ് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വെർബിൻ്റെ മുൻപേ ഉള്ള ഭാഗമായിരിക്കും എന്ത് നൗൺ ഫ്രേസ്. പക്ഷെ ഇവിടെ അലി എന്ന വാക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഉള്ളെങ്കിൽ പോലും അതാണ് ഇവിടുത്തെ എന്ത് നൗൺ ഫ്രേസ്. ഒരു സെൻറ്റൻസ് ഇവിടെ നൗൺ ഫ്രേസിൻ്റെ എന്താണ് സബ്ജക്റ്റ് പൊസിഷനാണ് അല്ലേ. സബ്ജക്റ്റ് അല്ലേ അലി, ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അതാണല്ലോ സബ്ജക്റ്റ്. അതിൽ പ്രധാനമായി പറയുന്നതായിരിക്കും സബ്ജക്റ്റ്. ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ ഓർഡർ അറിയാലോ അല്ലേ. എസ് വി ഒ. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അത് എസ് വി ഒ എന്നായിരിക്കും. സോ ആദ്യമാണ് ആര് വരിക, സബ്ജക്റ്റ് വരിക. അവസാനമാണ് ആര് വരിക, ഒബ്ജക്റ്റ് വരിക. സോ ഈ കാര്യം എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചോളാം. സോ നമുക്ക് അടുത്ത എക്സാമ്പിളും കൂടെ ഒന്ന് നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ എന്താ, ഷീ ഈസ് സിംഗിങ് എ ഹിന്ദി സോങ്. ഇവിടെ ശ്രദ്ധിച്ചോളുക, ഇവിടെ ഷീ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് അല്ലേ. നമ്മൾ അടുത്ത വാക്കായിട്ട് കണ്ടത് എന്താ, ഈസ്. ഈസ് എന്താണ്, ഈസ് എന്ന് പറയുന്നത് ഒരു ഓക്സിലറി വെർബാണ്. സോ ഓക്സിലറി വെർബ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഓക്സിലറി വെർബിന് മുൻപേ ഉള്ള ഭാഗമായിരിക്കും എന്ത് നൗൺ ഫ്രേസ്. സോ ഈസ് എന്ന് പറയുന്നത് ഓക്സിലറി ആയതുകൊണ്ട് അതിന് മുൻഭാഗമായ ഷീ ആണ് ഇവിടുത്തെ എന്ത് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. സബ്ജക്റ്റ് പൊസിഷൻ ഉള്ളതായിരിക്കും എപ്പോഴും ചോദിക്കുക. അതാരാണ് ഇവിടെ, ഷീ ആണ്. എന്നാൽ ഒരു എക്സാമ്പിൾ കൂടെ ഈ ചോദ്യത്തിൽ തന്നെ കൃത്യമായി നമ്മൾ പഠിക്കുന്നത് അതല്ല. ഇവിടെ എന്തുണ്ട്, ഒബ്ജക്റ്റ് പൊസിഷനിലും എന്തുണ്ട്, ഒരു നൗൺ ഫ്രേസ് ഉണ്ട്. എങ്ങനെ മനസ്സിലായി, ഈ സിംഗിങ് എന്താണ് സിംഗ് ചെയ്യുന്നത്, എന്താണ് പാടുന്നത് എന്ന് പറഞ്ഞിട്ട് എന്താ എ ഹിന്ദി സോങ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹിന്ദി സോങ്ങും ഇവിടെ എന്ത് തന്നെയാണ്, ഒരു നൗൺ ഫ്രേസ് ആണ്. പക്ഷേ ഈ നൗൺ ഫ്രേസിൻ്റെ എന്താണ് ഒബ്ജക്റ്റ് പൊസിഷൻ അല്ലേ. ഇത് സബ്ജക്റ്റ് തുടക്കത്തിൽ ഷീ, ഇവിടെ വെർബ്, അവസാനം വരുന്ന ഹിന്ദി സോങ് എന്താണ് ഒബ്ജക്റ്റ്. നമ്മൾ പറഞ്ഞു ഓർമ്മല്ലേ എസ് വി ഒ. അതിൽ ഒബ്ജക്റ്റ് പൊസിഷനിലുള്ളതാണ് എന്ത് എ ഹിന്ദി സോങ് എന്ന് പറയുന്ന ഭാഗം. സോ ഇവിടെ ഒബ്ജക്റ്റ് പൊസിഷനിലുള്ള നൗൺ ഫ്രേസ് ചോദിച്ചാൽ ഏതാണ്, എ ഹിന്ദി സോങ് എന്നാണ്. കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റു ചോദ്യങ്ങൾ ചെയ്യാം, അപ്പോൾ നമുക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യും. സോ ഇതാണ് നൗൺ ഫ്രേസിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തായിട്ട് നമുക്ക് എന്ത് പഠിക്കാം, വേർബ് ഫ്രേസിനെ കുറിച്ച് നോക്കാം. എന്താണ് വേർബ് ഫ്രേസ്? ദ വെർബ് പ്രധാനമായിട്ടും വേർബ് തന്നെയായിരിക്കും. ആൻഡ് അതർ റിലേറ്റഡ് വേർഡ്സ് അല്ലെങ്കിൽ വെർബുമായി ബന്ധപ്പെട്ട മറ്റു വാക്കുകൾ which we use to talk about the action of the subject. ഒരു സബ്ജക്റ്റിൻ്റെ അല്ലേ, ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ ചെയ്യുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഒന്നെങ്കിൽ വേർബ് ആയിരിക്കും അല്ലെങ്കിൽ വേർബുമായി ബന്ധപ്പെട്ട മറ്റു വാക്കുകളായിരിക്കും. അതിലെന്തുകൂടെ വരും, ഓക്സിലറി വെർബും വരും അല്ലേ. അപ്പോൾ ഓക്സിലറി വേർബ് അടക്കമുള്ള വെർബിൻ്റെ ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വെർബ് ഫ്രേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ, ശരി. നമുക്ക് എക്സാമ്പിൾ നോക്കാം. അലി വാക്സ് ടു സ്കൂൾ ഡെയിലി. അലി വാക്സ് ടു സ്കൂൾ ഡെയിലി. അപ്പോൾ നമ്മളോട് പരീക്ഷയ്ക്ക് വെർബ് ഫ്രേസ് ആണ് ചോദിക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് വായിക്കുന്നു, അലി വാക്സ് ടു സ്കൂൾ ഡെയിലി. ഇതിൽ അലി എന്ന് പറയുന്നത് എന്താണ്, അലി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ് അല്ലേ. അലി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ അലി എന്ത് വിളിക്കാം, നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ.
പക്ഷെ നമുക്കിവിടെ നൗൺ ഫ്രേസ് ആണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല, വെർബ് ഫ്രേസ് ആണ്. എന്നാൽ വാക്സ് എന്ന് തുടങ്ങുന്ന വാക്ക് മുതൽ അതെന്താണ്? വെർബാണ് അല്ലേ? വെർബാണ്. സോ ആ വെർബ് മുതൽ തുടങ്ങിക്കോളാ, ബാക്കിയുള്ള ഭാഗം എന്തായിട്ട് എഴുതുക? വെർബ് ഫ്രേസ്. അതിന് നമുക്ക് എന്ത് വിളിക്കാം? വെർബ് ഫ്രേസ് എന്ന് വിളിക്കാം. ഏതിനെ? വാക്സ് ടു സ്കൂൾ ഡെയിലി. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം, ഇതിൽ വാക്സ് എന്ന വാക്ക് മാത്രം പോരെ, വാക്സ് ടു സ്കൂൾ ഡെയിലി, സ്കൂൾ എന്നൊക്കെ പറയുന്ന ഭാഗം വരുമ്പോൾ അത് വീണ്ടും വെർബ് അല്ലേ? പക്ഷെ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് വെർബ് ഫ്രേസ് ആണെങ്കിൽ അതിനെന്ത് ചെയ്യുക? വെർബ് മുതൽ അങ്ങോട്ടുള്ള വാക്കുകൾ കൃത്യമായി എഴുതിക്കോളുക കേട്ടോ. ഇനി അതല്ല, പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ചോദ്യം ഏതാണ് എന്ന് നോക്കിയതിന് ശേഷമായിരിക്കണം സെൻറ്റൻസിനെ നിങ്ങൾ നിർണ്ണയിക്കേണ്ടത്. ശരി, നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് സിംഗിങ് എ ഹിന്ദി സോങ് അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിളിലുള്ള അതേ സെൻറ്റൻസ് തന്നെയാണ്, ഇവിടെ പറഞ്ഞ അതേ സെൻറ്റൻസ് തന്നെയാണ് ഇവിടെയും എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ പഠിക്കുന്ന വെർബ് ഫ്രേസ് ആണ്. ഇവിടെ ഷീ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അത് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ ആണ്. എന്നാൽ ഈസ് എന്ന് വന്നോകൂടി എന്താ? ഇവിടെ ഓക്സിലറി വെർബ് വന്നു കഴിഞ്ഞു. സോ ഓക്സിലറി വെർബ് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഈസ് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്? ഓക്സിലറി വെർബാണ്. സിംഗിങ് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്തുമാണ്? വെർബുമാണ്. സോ വെർബുമായി ബന്ധപ്പെട്ട വാക്കുകളോ മുതൽ അങ്ങോട്ട്, ഇവിടുന്ന് അങ്ങോട്ട്, ഈസ് മുതൽ അങ്ങോട്ട് എന്താണ്? അത് വെർബ് ഫ്രേസ് ആണ്. ഈ സിംഗിങ് എ ഹിന്ദി സോങ് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്? വെർബ് ഫ്രേസ് ആണ്. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക. ഇപ്പോൾ എ ഹിന്ദി സോങ് എന്ന് പറയുന്നത് മാത്രം എന്താണ്? നൗൺ ഫ്രേസ് ആണ് അല്ലേ? നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ ആണ്. പക്ഷെ വെർബ് ഫ്രേസ് എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ളത് മുഴുവനായിട്ട് അങ്ങോട്ട് എഴുതാം കേട്ടോ. അപ്പോൾ ഇവിടെ വെർബ് ഫ്രേസ് എന്ന് ചോദിച്ചാൽ ഈ സിംഗിങ് എ ഹിന്ദി സോങ് എന്ന് പറയാം, ഇവിടെ വാക്സ് ടു സ്കൂൾ ഡെയിലി എന്ന് പറയാം, മുഴുവനായിട്ട് തന്നെ പറയാം. കാരണം എല്ലാം കൂടെ ഒന്നിച്ച് ചോദിക്കില്ല. അപ്പോൾ പ്രധാനമായിട്ടുള്ള രണ്ട് വിഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് നൗൺ ഫ്രേസും വെർബ് ഫ്രേസും. ഇനി മറ്റ് രണ്ടാളുകൾ കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ ചോദിച്ചാൽ നമുക്ക് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ടാണ്. അതിലൊന്നാണ് എന്ത്? പ്രിപ്പോസിഷണൽ ഫ്രേസ്. PP എന്ന് വിളിക്കുന്ന പ്രിപ്പോസിഷണൽ ഫ്രേസ്. എന്താണ്? പ്രിപ്പോസിഷൻ പ്ലസ് നൗൺ ഫ്രേസ്. അതായത് ഒരു സെൻറ്റൻസിൽ പ്രിപ്പോസിഷനുകൾ ഉപയോഗിച്ച് അതിൻ്റെ കൂടെ നൗൺ ഫ്രേസ് ഉപയോഗിക്കുന്നത് അല്ലേ? പ്രിപ്പോസിഷൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇൻ, ഓൺ, ടു ഒക്കെ തുടങ്ങിയ പ്രിപ്പോസിഷൻസിനെ കുറിച്ച് നിങ്ങൾ വേർഡ് ഓർഡറിൽ അല്ലേ, നമ്മൾ വേർഡ് ക്ലാസ് എന്ന് പറയുന്ന ഭാഗത്ത് പ്രിപ്പോസിഷൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഈ പറയുന്ന പ്രധാനപ്പെട്ട ആളുകളാണ് ഓൺ, ഇൻ, ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ്. എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടല്ലോ അല്ലേ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് കൊടുക്കാറില്ലേ? അത് തന്നെ. സോ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കറക്കി കുത്താറൊക്കെ ഉണ്ടാവും നിങ്ങൾ അല്ലേ? എന്നാൽ ഇവിടെ പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറഞ്ഞാൽ പ്രിപ്പോസിഷൻ പ്ലസ് നൗൺ ഫ്രേസ് ആണ്. പ്രിപ്പോസിഷൻ്റെ കൂടെ നൗൺ ഫ്രേസ് ചേരുന്ന ഭാഗം നമുക്ക് നോക്കാം. എക്സാമ്പിൾ എങ്ങനെയാണ് വരുന്നത്? There is a nest in the tree. There is a nest in the tree എന്ന് പറയുന്നിടത്ത് നമ്മൾ പ്രിപ്പോസിഷൻസ് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. ഇൻ എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്? പ്രിപ്പോസിഷൻ ആണ്. സോ പ്രിപ്പോസിഷൻ്റെ കൂടെ നൗൺ ഫ്രേസിൻ്റെ ഭാഗം കൂടെ വരുന്നുണ്ടെങ്കിൽ അതിനെ പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറയാം. ഇൻ ദ ട്രീ. അടുത്തൊരു എക്സാമ്പിൾ, ഹി സാറ്റ് ഓൺ ദ ഫ്ലോർ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്കറിയാം ഓൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രിപ്പോസിഷൻ ആണ് അല്ലേ? സോ ഓൺ മുതൽ അങ്ങോട്ട് ഓൺ ദ ഫ്ലോർ, അതായത് പ്രിപ്പോസിഷനിൽ തുടങ്ങി പിന്നീട് ഒരു നൗൺ ഫ്രേസും കൂടി ആഡ് ചെയ്തിട്ട് വരുന്നത്. അതായത് നമുക്ക് വ്യക്തമായി ആലോചിക്കുമ്പോൾ ലോജിക്കലി മനസ്സിലാക്കാൻ പറ്റും അല്ലെ? നൗൺ ഫ്രേസ് ഇൻ ദ ഒബ്ജക്റ്റ് പൊസിഷൻ, ഒബ്ജക്റ്റിൻ്റെ ഭാഗത്ത് വരുന്നതിൻ്റെ മുമ്പ് ഒരു കൃത്യമായി എന്തും കൂടെ വരുന്നുണ്ടെങ്കിൽ, ഒരു പ്രിപ്പോസിഷൻ കൂടെ വരുന്നുണ്ടെങ്കിൽ, പ്രിപ്പോസിഷന് ശേഷമാണ് ഈ പറയുന്ന നൗൺ ഫ്രേസ് ഇൻ ദ ഒബ്ജക്റ്റ് അല്ലേ, ഒബ്ജക്റ്റ് വരുന്നതെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം? പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് വിളിക്കാം കേട്ടോ. എപ്പോഴും ചോദിക്കാറില്ല, പക്ഷെ എന്നാലും നമ്മളൊന്ന് പഠിച്ചു വെക്കുക. അവസാനമായി നമുക്ക് പഠിക്കാനുള്ള ഏതാണ് ഫ്രേസ്? റിലേറ്റീവ് ക്ലോസ് അല്ലെങ്കിൽ റിലേറ്റീവ് ഫ്രേസ് എന്ന് പറയുന്ന ആൾ. എന്താണെന്ന് നോക്കാം. ക്ലോസസ് ബിഗിനിങ് വിത്ത് റിലേറ്റീവ് പ്രൊനൗൺസ് സച്ച് ആസ് ഹൂ, വിച്ച്, ദാറ്റ്, ഹൂസ്, ഹൂം, വെൻ, വേർ എക്സെട്ര. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും റിലേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്ന ആളുകളുണ്ട് അല്ലേ? പ്രോനൗണുകളെ കുറിച്ച് പഠിക്കുമ്പോൾ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. ആരൊക്കെയാണത്? പ്രധാനമായിട്ടുള്ള റിലേറ്റീവ് പ്രോനൗൺസ് ആണ് ഹൂ, വിച്ച്, ദാറ്റ്, ഹൂസ്, ഹൂം, വെൻ, വേർ തുടങ്ങിയ ആളുകളാണ് ഇത്.
ഇത്തരത്തിലുള്ള റിലേറ്റീവ് പ്രോനൗൺസ് വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് അതിൽ തുടങ്ങുന്ന ക്ലോസസ് ബിഗിനിങ് എന്നാണ് പറഞ്ഞത് അല്ലേ. ബിഗിനിങ് വിത്ത് റിലേറ്റീവ് പ്രോനൗൺസ്, അതായത് റിലേറ്റീവ് പ്രോനൗണുകളായ ഹൂം, ഹൂ, വിച്ച്, ദാറ്റ്, ഹൂസ്, ഹൂം, വെൻ, വേർ ഇത് തുടങ്ങിയ ആളുകളിൽ തുടങ്ങി പിന്നീട് വരുന്ന സെൻറ്റൻസ് ഭാഗത്തെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുക, റിലേറ്റീവ് ക്ലോസ് എന്ന് വിളിക്കാൻ പറ്റുക അല്ലേ. എക്സാമ്പിൾ നോക്കാം, അപ്പോൾ കൃത്യമായി മനസ്സിലാവും. ഗോഡ് ഹെൽപ്സ് പീപ്പിൾ ഹൂ ഹെൽപ്പ് അതേഴ്സ്. ഈ സെൻറ്റൻസിനകത്ത് ഗോഡ് ഹെൽപ്സ് പീപ്പിൾ ഹൂ ഹെൽപ്പ് അതേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഹൂവിൽ തുടങ്ങി ഹൂ ഹെൽപ്പ് അതേഴ്സ് എന്ന് പറയുന്ന ഭാഗം എന്താണ്, ഒരു റിലേറ്റീവ് ക്ലോസ് ആണ്. കിട്ടിയല്ലോ. കാരണം എന്താ, ഇവിടെ ഹൂ എന്ന് പറയുന്ന ആളെന്താ, അതൊരു റിലേറ്റീവ് പ്രോനൗൺ ആണ് അല്ലേ. റിലേറ്റീവ് പ്രോനൗണായ ഹൂവിൽ തുടങ്ങുന്ന ബാക്കി ഭാഗം എന്ന് മനസ്സിലാക്കുക. അടുത്ത സെൻറ്റൻസ് നോക്കാം. അടുത്ത ഏതാ, ദിസ് ഈസ് ദ സ്റ്റുഡൻറ് ഹൂസ് സ്കോർസ് ആർ ദ ഹയസ്റ്റ്. ഇവിടെ ദിസ് ഈസ് ദ സ്റ്റുഡൻറ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഹൂസ് സ്കോർസ് ആർ ദ ഹയസ്റ്റ്. അപ്പോൾ ഹൂസ് എന്ന് പറയുന്നത് എന്താ, വീണ്ടും ഒരു റിലേറ്റീവ് ക്ലോസ് ആണ്. സോ ഹൂസ് സ്കോർസ് ആർ ദ ഹയസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് മുതൽ ആ ഭാഗം നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, റിലേറ്റീവ് ക്ലോസ് ആയിട്ട് കണക്കാക്കാം. സോ ഹൂസ് അല്ലേ, ഇവിടെ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഹൂസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹൂസ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ് വന്നത്. അപ്പോൾ ഹൂസ് മുതൽ അങ്ങോട്ടുള്ള ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം, റിലേറ്റീവ് ക്ലോസ് എന്ന് വിളിക്കാം. ഇവിടെ ഹൂ ഹെൽപ്പ് അതേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തിന് റിലേറ്റീവ് ക്ലോസ് എന്ന് വിളിക്കാം. പക്ഷേ ഇതെല്ലാം എന്ത് ചെയ്യാറില്ല, എപ്പോഴും ചോദിക്കുന്നതല്ല. ഏത്, പ്രപ്പോസിഷനും അതുപോലെ റിലേറ്റീവും. ആദ്യത്തെ രണ്ട് പേരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഈ ആളുകളെ ഒരു വലിയ ചോദ്യം വന്നാൽ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് വൃത്തിയായിട്ടൊന്ന് പഠിച്ചു വയ്ക്കാം. അതിൻ്റെ കൂടെ കൃത്യമായി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഇൻ ദ സെൻറ്റൻസ് നമുക്കിവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, ഹീ ഈസ് റെഡി ടു ഗോ ടു സ്കൂൾ. ഹീ ഈസ് റെഡി ടു ഗോ ടു സ്കൂൾ എന്ന് കണ്ടല്ലോ. ഇതിൽ ടു ഗോ ഈസ് നോട്ട് എ പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഇവിടെ ആദ്യം പറയുന്ന ടു ഗോ എന്ന് പറയുന്ന ഈ ഭാഗം എന്തല്ല, ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് അല്ല. ബിക്കോസ് ടു ഈസ് ഫോളോഡ് ബൈ എ വെർബ്. ഇവിടെ ടുവിന് ശേഷം എന്താ വരുന്നത്, ഒരു വെർബാണ് വരുന്നത് അല്ലേ. പക്ഷേ ബട്ട് ടു സ്കൂൾ ഈസ് എ പ്രിപ്പോസിഷണൽ ഫ്രേസ്. പക്ഷെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, രണ്ടാമതൊരു ടു വരുന്നുണ്ട്, പിന്നെ ഒരു സ്കൂളും വരുന്നുണ്ട്. അതെന്താണ്, ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. എന്തുകൊണ്ടാ, ബിക്കോസ് ടു ഈസ് ഫോളോഡ് ബൈ എ നൗൺ. ഇവിടെ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു നൗൺ ആണ്. അതായത് പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്താ, പ്രിപ്പോസിഷന് ശേഷം എന്ത് വരണം, ഒരു നൗൺ ഫ്രേസ് വരണം. ഇവിടെ ടു സ്കൂൾ എന്ന് വരുന്ന സമയത്ത്, ഇവിടെ സ്കൂൾ എന്ന് വരുന്ന സമയത്ത് ഇവിടെ നോക്കി നോക്കൂ, ആദ്യം ടു ഗോ എന്നാണ് അല്ലേ. ഈ ടു ഗോ എന്ന് പറയുമ്പോൾ ഗോ എന്താണ്, ഒരു വെർബാണ്. എന്നാൽ ടു സ്കൂൾ എന്ന് പറയുന്ന ഭാഗത്ത് സ്കൂൾ എന്താണ്, ഒരു നൗൺ ആണ്. അതൊരു എക്സാമ്പിൾ തന്നെ ഒന്നിച്ച് തന്നെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ടുവിനോ ഇന്നിനോ ഓണിനോ ഒക്കെ ശേഷം ഒരു നൗൺ, പേര്, നാമം, അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ വരുമ്പോഴാണ് അതിനെന്ത് വിളിക്കുക, പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് വിളിക്കുക. അതല്ലെങ്കിൽ പ്രിപ്പോസിഷണൽ ഫ്രേസ് ആവില്ല. വെർബ് വരുമ്പോൾ ടു ഇൻഫിനിറ്റീവ് എന്നൊക്കെ പറയുന്ന ഭാഗമായിട്ടാണെന്ന് മനസ്സിലാക്കുക. നമുക്കിനി രണ്ട് ചോദ്യങ്ങൾ ചെയ്ത് നോക്കിയാലോ. ഇത്തരത്തിലുള്ള എല്ലാവരെയും ഡീൽ ചെയ്യുന്ന, ഏത് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ശരി, ഒന്നാമത്തെ ചോദ്യം, മാർത്ത ഹൂ ഈസ് എ മെക്സിക്കൻ ഗേൾ ഹാസ് വോൺ ദ അവാർഡ് ഓഫ് ദ ടെക്സാസ് സ്കൂൾ. ചോദ്യം കൃത്യമാണ് എന്ന് വിചാരിക്കുന്നു. മാർത്ത ഹൂ ഈസ് എ മെക്സിക്കൻ ഗേൾ ഹാസ് വോൺ ദ അവാർഡ് ഓഫ് ദ ടെക്സാസ് സ്കൂൾ അല്ലേ. വോൺ ദ അവാർഡ് ഓഫ് ദ ടെക്സാസ് സ്കൂൾ അറിയാലോ. സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടൊരു സെൻറ്റൻസ് ആണിത് അല്ലേ. ശരി, ഇതിൽ ഓരോ ആളുകളെയും നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ പോവാണ് കേട്ടോ. ഓരോരുത്തർ എക്സാമിന് ചോദിച്ചാൽ നമ്മൾ എന്താണ് എഴുതേണ്ടതെന്നാണ് പറയുന്നത്. ശരി, നോക്കാം. ഫസ്റ്റ് വൺ, സബ്ജക്റ്റ് നൗൺ ഫ്രേസ്. അതായത് എന്താ, നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് എഴുതും, മാർത്ത ഹൂ ഈസ് എ മെക്സിക്കൻ ഗേൾ എന്ന് എഴുതുക. മാർത്ത ഹൂ ഈസ് എ മെക്സിക്കൻ ഗേൾ. എന്തുകൊണ്ടാണെന്ന് സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളാം. നൗൺ ഫ്രേസ് നമ്മൾ എഴുതാൻ പോകുന്നത് എന്താണ്, നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ ആണ് കേട്ടോ. സോ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലാണ് വരിക അല്ലേ. അതിൽ സംശയമൊന്നുമില്ലല്ലോ. ശരി, അപ്പോൾ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ മാർത്ത വന്നു. ഓക്കെ, ഹൂ എന്ന് പറയുന്നത് എന്താണ്, ഒരു റിലേറ്റീവ് പ്രോനൗൺ ആണ്. നമ്മൾ പഠിച്ചല്ലോ അല്ലേ. റിലേറ്റീവ് പ്രോനൗൺ വന്നു. ഈസ് എ മെക്സിക്കൻ ഗേൾ. അപ്പോൾ ഈസ് വന്നു. അപ്പോൾ ഈസ് വന്നാൽ
ഓക്കെ, നമ്മൾ 3 കാര്യം നേരത്തെ പറഞ്ഞതിൽ 2 കാര്യം നമ്മൾ പഠിച്ചല്ലോ അല്ലേ? അതായത് ഇത്തരത്തിൽ സബ്ജക്റ്റ് നൗൺ ഫ്രേസ് കണ്ടുപിടിക്കാനുള്ള ഒന്നാമത്തെ വഴി എന്താ? ഓക്സിലറി വെർബ് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ വഴി എന്താ? ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ നൗൺ അല്ലേ, സോറി നൗൺ അല്ല, വെർബ് കണ്ടുപിടിക്കുക അല്ലേ? ഓക്സിലറി ഇല്ലെങ്കിൽ വെർബ്. ആദ്യം ഓക്സിലറി ഉണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ അവിടെ നിർത്തുക. അതുവരെയുള്ള ഭാഗമായിരിക്കും എന്ത്? നൗൺ ഫ്രേസ്. അതല്ലെങ്കിൽ ഓക്സിലറി ഇല്ലെങ്കിലോ വെർബ്. അതായത് മാർത്ത ഹൂ ഈസ് എ മെക്സിക്കൻ ഗേൾ എന്ന് പറയുന്ന ഭാഗത്ത് ഈസ് കണ്ടല്ലോ, ഈസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇതിനെ ഓക്സിലറി വെർബായിട്ട് ഇവിടെ കണക്കാക്കരുത്. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഈ സെൻറ്റൻസിൻ്റെ ഓക്സിലറി വെർബായിട്ടോ ഈ പറയുന്ന അത് മുതൽ അങ്ങോട്ട് വെർബ് ഫ്രേസ് ആണെന്നോ വിചാരിക്കരുത്. അതിന് കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മൂന്നാമതായി ഒരു റൂളും കൂടി ഉണ്ട്. എന്താണ് ഈ മൂന്നാമത്തെ റൂള്? അതാണ് റിലേറ്റീവ് പ്രൊനൗൺസ് വരുമ്പോൾ ഉള്ള റൂള്. റിലേറ്റീവ് പ്രൊനൗൺസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹൂ, ഹൂം, വിച്ച്, ദാറ്റ് ഒക്കെ തുടങ്ങിയ റിലേറ്റീവ് പ്രൊനൗണുകളില്ലേ? ഈ റിലേറ്റീവ് പ്രൊനൗണുകൾ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ഓക്സിലറിയോ വെർബിനെയോ നിങ്ങൾ കണക്കാക്കേണ്ടതില്ല. അതായത് മാർത്ത ഹൂ ഈസ് എ മെക്സിക്കൻ ഗേൾ എന്ന് വന്നല്ലോ, ഇതിൽ ഈസ് വന്നു ഓക്സിലറി, ഓക്കെ നിർത്താം. ഇവിടെ നിന്ന് അങ്ങോട്ട് വെർബ് ഫ്രേസ് ആണെന്ന് വിചാരിച്ചേക്കരുത്. കാരണം ഇവിടെ ഹൂ എന്ന റിലേറ്റീവ് പ്രോൺ വന്നതുകൊണ്ട് മുന്നോട്ട് തന്നെ പോവുക. ഈസിനെ കണക്കാക്കണ്ട, ഈസ് നമ്മുടെ ഓക്സിലറി വെർബ് അല്ല. സോ മുന്നോട്ട് തന്നെ പോവുക. ഹൂ ഈസ് എ മെക്സിക്കൻ ഗേൾ ഹാസ്, ഇതാണ് ഇവിടുത്തെ എന്ത് ഓക്സിലറി വെർബ്. വോൺ എന്ന് പറയുന്നത് ഇവിടുത്തെ വെർബ്. അവിടെ നിർത്തിക്കോളുക. അവിടെ നിന്ന് അങ്ങോട്ട് എന്താണ്? വെർബ് ഫ്രേസ് ആണ്. അതുവരെയുള്ള ഭാഗം എന്താണ്? നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ ആണ്. സോ നൗൺ ഫ്രേസ് ചോദിച്ചാൽ ഇതാണ്, മാർത്ത ഹൂ ഈസ് എ മെക്സിക്കൻ ഗേൾ. കിട്ടിയോ? ശരി, അതാണ് ഒന്നാമത്തെ ചോദ്യം. സബ്ജക്റ്റ് പൊസിഷനുള്ള ആളെ കിട്ടി അല്ലേ? ഇനി അടുത്തത് ഒബ്ജക്റ്റ് നൗൺ ഫ്രേസ്. നൗൺ ഫ്രേസ് തന്നെ ഒബ്ജക്റ്റ് പൊസിഷനിൽ ഇവിടെ ആരാ? നമുക്ക് അവസാനത്തേക്ക് പോകണം അല്ലേ? അവസാനത്തേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും എന്ത്? ഇവിടുത്തെ വെർബ് ഓക്സിലറി വെർബാണ് ഹാസ് എന്ന് പറഞ്ഞല്ലോ. വെർബ് ആരാണ്? വോണാണ്. സോ ഹാസ് വോൺ എന്ന് പറയുന്നത് ഇവിടെ വെർബിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിന് ശേഷമുള്ള ഭാഗമേ നമുക്ക് എന്തായിട്ട് കൂട്ടുള്ളൂ? നൗണിൻ്റെ കൂട്ടുള്ളൂ അല്ലേ? സോ നൗൺ ഇൻ ദ ഒബ്ജക്റ്റ് പൊസിഷൻ ആരാണ്? ദ അവാർഡ് ഓഫ് ദ ടെക്സാസ് സ്കൂൾ. ദ അവാർഡ് ഓഫ് ദ ടെക്സാസ് സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? അവാർഡ് ഓഫ് ദ ടെക്സാസ് സ്കൂൾ എന്ന് പറയുന്നത് നൗൺ ഫ്രേസ് ഇൻ ദ ഒബ്ജക്റ്റ് പൊസിഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. സോ അതുകൊണ്ടാണ് ഇവിടെ ദ അവാർഡ് ഓഫ് ദ ടെക്സാസ് സ്കൂൾ എന്ന് എഴുതിയിരിക്കുന്നത്. ശരി, അടുത്ത ചോദ്യം. പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ് ചോദിക്കുന്നതെങ്കിലോ ഏതെഴുതും? പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ ഏതെഴുതും? ഓഫ് ദ ടെക്സാസ് സ്കൂൾ. അതെന്തുകൊണ്ടാ? കിട്ടിയോ? അതായത് ഇവിടെ ഒരു പ്രിപ്പോസിഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് കാണുന്ന ഒരു പ്രിപ്പോസിഷൻ ആരാണ്? ഓഫാണ്. ഓഫിന് ശേഷം കൊടുത്തിരിക്കുന്നത് നൗൺ അല്ലേ? നൗണിൻ്റെ ഭാഗങ്ങളാണോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വേർബിൻ്റെ ഭാഗമാണെങ്കിൽ കൂട്ടില്ല, നൗണിൻ്റെ ഭാഗമാണോ എന്ന് നോക്കുക. ആണ്. ദ ടെക്സാസ് സ്കൂൾ എന്നൊക്കെ പറയുന്നത് സ്കൂളിൻ്റെ പേരൊക്കെയാണ് അല്ലേ? സ്കൂള് ഒക്കെ നൗണിൻ്റെ ഭാഗമാണ്. സോ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഓഫ് ദ ടെക്സാസ് സ്കൂൾ എന്ന് പറയുന്നതിന് എന്ത് വിളിക്കാം? പ്രിപ്പോസിഷണൽ ഫ്രേസ്. കാരണം ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ, അതിനുശേഷം നൗണിൻ്റെ ഭാഗം. അപ്പം നമുക്കതിന് എന്ത് വിളിക്കാം? പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് വിളിക്കാം. ശരി, ഇനി അവസാനമായി റിലേറ്റീവ് ക്ലോസ് ആണ് ചോദിക്കുന്നതെങ്കിലോ? റിലേറ്റീവ് ക്ലോസ് ഉണ്ടെങ്കിൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എന്തും എഴുതും? അതെ, റിലേറ്റീവ് പ്രൊനൗൺസ് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. റിലേറ്റീവ് പ്രൊനൗൺസ് ആരാണ് ഇവിടെ? ഹൂ എന്ന് പറയുന്നതാണ് ഇവിടെ റിലേറ്റീവ് പ്രൊനൗൺ അല്ലേ? സോ ഹൂവിന് ശേഷം വരുന്ന ഹൂ ഈസ് എ മെക്സിക്കൻ ഗേൾ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ്. ഏത് ചോദിച്ചാലും കിട്ടുന്ന പാകത്തിന് റെഡി ആയി എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊരു A+ ചോദ്യമാണ്, A+ മെറ്റീരിയലാണ്. ഏത് ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അതുകൊണ്ട് ബേസിക് അറിയാത്ത ആളുകൾ തീർച്ചയായിട്ടും ബേസിക് വ്യക്തമായി പഠിച്ചതിന് ശേഷം ഏത് ചോദ്യവും പാകത്തിനാണ് നമ്മളിവിടെ പറഞ്ഞു തരുന്നത്. സോ നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം, എന്നിട്ട് അതിൽ ഇതുപോലെ എല്ലാവരെയും കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നും കൂടെ നോക്കാം. അടുത്ത ചോദ്യം. Ali's mother sent him to Akbar, who is a vegetable seller, to buy some potatoes on credit. My sister's shoes എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു സെൻറ്റൻസ് ആണ് അല്ലേ? ശരി, വലിയ സെൻറ്റൻസ് ആണ്.
എല്ലാവരും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശരി, നമുക്ക് ഓരോരുത്തരെ കണ്ടുപിടിക്കാം. ഫസ്റ്റത്തെ ചോദ്യം, സബ്ജക്റ്റ് നൗൺ ഫ്രേസ്, അതായത് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. സെന്റൻസിന്റെ തുടക്കത്തിലായിരിക്കുമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. അലീസ് മദർ സെൻഡ്. അടുത്തത് സെൻഡ് എന്ന് പറയുന്ന വാക്കാണ്. സെൻഡ് എന്താ നമുക്കറിയാം, അതൊരു വെർബാണെന്ന് നമുക്കറിയാം. അപ്പോൾ വെർബിന്റെ മുൻപേ ഉള്ള ഭാഗമാണെന്ത്, നമ്മുടെ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. സോ നമ്മുടെ ഉത്തരം എന്താ വരിക, അലീസ് മദർ. ഓക്കെ ആണേ. അടുത്ത ചോദ്യം, ഒബ്ജക്റ്റ് ഓഫ് ദ വെർബ് നൗൺ ഫ്രേസ് അല്ലേ, അതായത് വെർബിന്റെ ഒബ്ജക്റ്റ് ആയിട്ടുള്ള ഭാഗം. അതായത് നമ്മൾ ഇനി നൗൺ ഫ്രേസ് തന്നെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് ഇൻ ദ ഒബ്ജക്റ്റ് പൊസിഷൻ അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റ് പൊസിഷനുള്ള ഭാഗത്ത് ഈ പറയുന്ന വെർബിന് ശേഷമുള്ള ആളെയാണ് നോക്കുന്നത്. അങ്ങനെ ഇവിടെ കാര്യമായൊരു പ്രയോഗമൊന്നും കാണുന്നില്ല. ഉണ്ടെങ്കിൽ ഉള്ളത് വെർബിന് ശേഷമുള്ള ഹിം അല്ലേ, ഹിം എന്ന് പറയാം, ഹിം ടു അക്ബർ എന്നുള്ള ഭാഗങ്ങളൊക്കെ പറയാം. അതല്ലാതെ ഒരുപാടില്ല. ഓഫ് കോഴ്സ് ഈ ചോദ്യം, ഈ സെൻറ്റൻസ് തന്നിട്ട് എന്ത് ചോദിക്കില്ല, നൗൺ ഫ്രേസ് ഇൻ ദ ഒബ്ജക്റ്റ് പൊസിഷൻ ചോദിക്കില്ല. കാരണം സെൻറ്റൻസിന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണല്ലോ അല്ലേ. ഇവിടെ അത്തരത്തിലുള്ള ഒരു പ്രയോഗം കാര്യമായിട്ട് കാണുന്നില്ല. വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് വെർബിന് ശേഷം വരുന്ന ഹിം എന്ന് പറയുന്ന പ്രയോഗം മാത്രമാണ്. അടുത്ത ചോദ്യം, പ്രിപ്പോസിഷണൽ ഫ്രേസ്. പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ് ചോദിക്കുന്നതെങ്കിലോ എന്ത് ചെയ്യും, ഓഫ് കോഴ്സ് പ്രിപ്പോസിഷൻ ആരാണെന്ന് നോക്കും അല്ലേ. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞ് വായിക്കുമ്പോൾ ആരാ, അലീസ് മദർ സെൻഡ് ഹിം ടു അക്ബർ. ടു എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രിപ്പോസിഷൻ ആണ് അല്ലേ. സോ ടു അക്ബർ എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഒരു ഉത്തരമായിട്ട് കണക്കാക്കാം. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഹൂ ഈസ് എ വെജിറ്റബിൾ സെല്ലർ ടു ബൈ സം പൊട്ടറ്റോസ് ഓൺ ക്രെഡിറ്റ്. ഓൺ എന്ന് പറയുന്നതും എന്താണ്, ഒരു പ്രിപ്പോസിഷൻ ആണ് അല്ലേ. സോ ഓൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഉത്തരമായിട്ട് കാണാവുന്നതാണ്. സോ ടു അക്ബർ ഓൺ ക്രെഡിറ്റ്. ടു അക്ബർ എന്ന് പറയുന്ന ഭാഗവും ഓൺ ക്രെഡിറ്റ് എന്ന ഭാഗവും എന്തായിട്ട് കണക്കാക്കാം, പ്രിപ്പോസിഷണൽ ഫ്രേസ് ആയിട്ട് കണക്കാക്കാം. ശരി, അവസാന ചോദ്യം, റിലേറ്റീവ് ക്ലോസ്. ഇതിൽ റിലേറ്റീവ് ക്ലോസ് ഉണ്ടോ, റിലേറ്റീവ് ഫ്രേസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആരെ നോക്കണം, റിലേറ്റീവ് പ്രോനൗൺസ് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ഈ സെൻറ്റൻസിനകത്ത് റിലേറ്റീവ് പ്രോനൗൺ ഉണ്ടോ. അലി, അലീസ് മദർ സെൻഡ് ഹിം ടു അക്ബർ. ഹൂ, ഓർമ്മയുണ്ടോ, ഹൂ, ഹൂം, ഹൂസ്, വിച്ച്, ദാറ്റ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. സോ ഹൂ, വിച്ച്, ദാറ്റ് തുടങ്ങിയ ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിലേറ്റീവ് പ്രോനൗൺസ് എന്ന് വിളിക്കുക. ഇവിടെ ഹൂ ഉണ്ട്. അപ്പോൾ ഹൂവിൽ തുടങ്ങുന്ന ബാക്കി ഭാഗം, ഹൂ ഈസ് എ വെജിറ്റബിൾ സെല്ലർ എന്ന് പറയുന്ന ഭാഗമാണെന്ത്, റിലേറ്റീവ് ക്ലോസ്. ഹൂ ഈസ് എ വെജിറ്റബിൾ സെല്ലർ. സോ എന്താണ് ഈ ചോദ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏത് തന്നാലും, നമ്മളോട് ഏത് ചോദിച്ചാലും, അതായത് നമ്മൾ പറഞ്ഞു 4 വിഭാഗമാണ് ഉള്ളത്. സോ 4 വിഭാഗങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ ഏത് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യും, കിട്ടും അല്ലേ. അത് നൗൺ ഫ്രേസ് ചോദിച്ചാലും, വെർബ് ചോദിച്ചാലും, പ്രിപ്പോസിഷണൽ ഫ്രേസ് ചോദിച്ചാലും, റിലേറ്റീവ് ക്ലോസ് ചോദിച്ചാലും നമുക്ക് കിട്ടണം അല്ലേ. അതിലൊരു കാര്യം മനസ്സിലാക്കുക, ഏറ്റവും കൂടുതലായിട്ട് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത് എന്താണ്, നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. ഇതിന് 3 കാര്യങ്ങളെ ഓർത്തിരിക്കേണ്ടതുള്ളൂ. ഒന്ന്, ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ അവിടെ നിർത്തുക. അതുവരെയുള്ള ഭാഗം എന്താണ്, നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. ഇനി ഓക്സിലറി വെർബ് കണ്ടില്ലെങ്കിലോ, രണ്ടാമതായി വെർബിനെ നോക്കുക, വെർബ് ഉണ്ടെങ്കിൽ അവിടെ നിർത്തുക. അതുവരെയുള്ള ഭാഗം നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. ഇനി ഇതിനൊരു കോംപ്ലിക്കേഷൻ വരുന്നത് എപ്പോൾ മാത്രമാണ്, ഒരു റിലേറ്റീവ് പ്രോനൗൺ വരുമ്പോൾ മാത്രമാണ് അല്ലേ. നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ പഠിച്ചില്ലേ, ഹൂ, വിച്ച്, ദാറ്റ്, ഹൂസ്, ഹൂം, വെൻ, വെർ. ഈ ആളുകൾക്ക് ശേഷം വരുന്ന ഓക്സിലറി വെർബിനെയോ തൊട്ടടുത്ത് വരുന്നവരെ നോക്കേണ്ടതില്ല, മുന്നോട്ട് പോവുക. അടുത്തത് വീണ്ടും പിന്നീട് വരുന്ന ഓക്സിലറിയെയും വെർബിനെയും ശ്രദ്ധിച്ചാൽ മതിയാവും, നമുക്ക് ഉത്തരം കിട്ടും കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. പ്രീവിയസ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അത്തരത്തിൽ പ്രീവിയസ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാനുള്ള ഏക വഴി, എളുപ്പ വഴി എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ബേസിക് റൂൾ പഠിക്കുക, ചോദ്യങ്ങൾ ചെയ്യുക. ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം കാണുമ്പോൾ നമുക്ക് ഈസി ആയി മാറും. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.